പിന്നെ 13-ാമത്തേത് അഹ്ലുസുന്ന യുൻകിറൂന തസ്ബീർ ദവാത്തിൽ അർവാഹ്, ജീവനുള്ളവയുടെ ചിത്രമെടുക്കുക എന്നത് അത് അഹ്ലുസുന്ന വെറുക്കുന്ന കാര്യമാണ്. ഇന്ന് വളരെ വ്യാപകമായി ഈ ഫോട്ടോ അല്ലേ. ചില ആളുകൾ പറയും ഫോട്ടോ അന്ന് നബിന്റെ കാലത്തിന് ക്യാമറ ഒന്നും ഇല്ലല്ലോ, അപ്പൊ കൈകൊണ്ട് വരക്കണതിനെ പറ്റിയാവും ഹദീസ്. യഥാർത്ഥത്തിൽ ഈ ചിത്രമെടുക്കുന്ന തസ്വീറിനെ സംബന്ധിച്ചുള്ള ഹദീസ് വളരെ ഗൗരവമുള്ളതാ. അശദ്ദുന്നാസി അദാബൻ യൗമൽ ഖിയാമ അൽ മുസവ്വിറൂൻ. കണ്ടോ, അള്ളാഹുവിന്റെ അടുക്കൽ ഖിയാമത്ത് നാളിൽ ഏറ്റവും കഠിനമായി ശിക്ഷിക്കപ്പെടുന്നവർ ചിത്രമെടുക്കുന്നവരാണ്. അവരോട് പറയും അഹ്യൂ മാ ഖലഖ്തും, നിങ്ങൾ സൃഷ്ടിച്ചത് നിങ്ങൾ ജീവൻ കൊടുക്കൂ എന്ന് പറയും. ജീവൻ കൊടുക്കാൻ അവർക്ക് കഴിയോ? കഴിയില്ല. അപ്പൊ അത്രയും കാലം അവർ എന്ത് ചെയ്യും? അവർ ആ ശിക്ഷ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ഇന്ന് മൊബൈലിലൊക്കെ എത്ര ഫോട്ടോ ആണ്. ചില ആളുകൾ ലോക്കിട്ട് വെച്ചിരിക്കുക ചില ഫോട്ടോകളൊക്കെ അവർക്ക് മാത്രം നോക്കാൻ വേണ്ടി. ഫോണിൽ ആരെങ്കിലും വാങ്ങിയാല് ചിലപ്പോ എന്റെ ഭാര്യ ആയിരിക്കും, മക്കളായിരിക്കും, ചിലപ്പോ വേറെ ഗേൾ ഫ്രണ്ട് ആയിരിക്കും, അറിഞ്ഞൂടല്ലോ ആരെയൊക്കെ ഫോട്ടോ ഉണ്ട് അല്ലേ. ഇതെല്ലാം നോക്കി ആസ്വദിക്കാണ്. ഫോട്ടോ മാത്രമല്ല, ഫിലിം തന്നെ ഇപ്പോ മൊബൈലിൽ ചില ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വെറുതെ ഫോട്ടോ എടുക്കുക. എത്ര ഫോട്ടോ, രണ്ടാളും എന്നിട്ട് ഓർക്കും മറ്റോർക്കും ലെന്ന്, എന്നിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് ഷെയർ ചെയ്ത് ഇങ്ങോട്ട് ഷെയർ ചെയ്ത്. തെറ്റാണ് സുഹൃത്തുക്കളെ. അപ്പൊ അത് പിന്നെ ഒരു ക്യാമറ ഉണ്ടായാൽ കുഴപ്പമില്ല. ഞാൻ ചോദിക്കട്ടെ, ബിംബം ഉണ്ടാക്കൽ റസൂലുള്ളാഹിന്റെ കാലത്ത് കൈയ്യോണ്ടാ ഉണ്ടാക്കണത്. ഇനിയിപ്പോ ബിംബം ഉണ്ടാക്കുന്ന ഒരു മെഷീൻ വന്നാലോ, ഒരു 5 മിനിറ്റ് കൊണ്ട് 15 ബിംബം കിടും ബിംബങ്ങൾ ഇങ്ങനെ വീഴുക. അപ്പൊ ജായിസാവോ? ക്യാമറ തന്നെ ഫോട്ടോ തന്നെ നമ്മളിപ്പോ പണ്ടിങ്ങനെ മഷി കൊണ്ട് ഇങ്ങനെ വരഞ്ഞ് ഇപ്പുറത്തേക്ക് നോക്കി ഷെയ്ഡ് ചെയ്ത് ഒക്കെ റെഡിയാക്കണം. അതിന് പകരം നമ്മള് മെഷീൻ ഉണ്ടാക്കി പെട്ടെന്ന് ആകാൻ വേണ്ടി. അത് നമ്മൾ ആ മെഷീൻ തുറന്ന് ഫിലിം റോളയിലിട്ട് തിരിച്ച് റെഡിയാക്കി അത് അമർത്തി എന്നിട്ട് ഇങ്ങനെ പിടിച്ച് ഒന്നിങ്ങട്ട് അങ്ങനെ ഇതൊക്കെ നമ്മളെ കൈകൊണ്ടുള്ള പണികളല്ലേ. അപ്പൊ നമ്മളെ പണിയിലുണ്ട്. ക്യാമറ ഉണ്ടാക്കിയത് നമ്മളെ കൈകൊണ്ടാണ്. അപ്പൊ തസ്വീർ എന്ന പരിപാടി അവിടെ നടക്കുന്നുണ്ട്. അതൊരു യന്ത്രത്തിന്റെ ഇടയിൽ വന്നതുകൊണ്ട് എന്താവൂല, തസ്വീർ അല്ലാതാവൂല. ചില ആളുകൾ പറഞ്ഞു 6 ഭാഗമുള്ള, അതായത് പ്രതിമ 4 ഭാഗം പിന്നെ അടിയും മോളും, അപ്പൊ 6 ഭാഗമായാലോ. 6 ഭാഗമുള്ള പ്രതിമയ്ക്ക് അത് ബാധകാകുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയിച്ചപ്പോ കഅബ തുറന്നിട്ട് അതിന്റെ ഉള്ളിലെ ചുമരുമ്പുള്ളത് ബക്കത്തിൽ വെള്ളം കൊണ്ടുവന്നിട്ട് മായിച്ചു എന്നാ. അത് 6 ഭാഗമുള്ളതാ തന്നെ. ആയിഷ ബീബിന്റെ വീടിന്റെ മുമ്പിൽ തൂക്കിയിരുന്ന ആ വിരി, അതിൽ ജിയോയുടെ ഫോട്ടോ കണ്ടപ്പോ നബി എന്ത് ചെയ്തു? വെറുത്തു എന്നാ പറഞ്ഞ് അല്ലേ. അപ്പൊ അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലയണമല് ഇത് കണ്ടപ്പോ, ഇതെല്ലാം ഹദീസിലല്ലേ. ഇതൊന്നും എന്തല്ല, പ്രതിമയല്ല. അപ്പൊ ചിത്രം എന്ന് പറയുന്നത്, ജീവനുള്ളവയുടെ ചിത്രം എന്ന് പറയുന്നത് അത് വളരെ വിരോധിച്ചിട്ടുള്ള കാര്യമാണ്. പരിപാടി വെക്കുമ്പോ ന്യൂസ് പേജിലുള്ള ഒരാളെ വിളിക്കണം. ഇന്ന് ഡോള് വന്ന പഴയ പെര വിളിച്ച കൂറ വായനമായി സംഘാടകർക്ക് ഒരു പാച്ചിലാണ്. MLA MP മന്ത്രിന്റെ കാണുമ്പോഴേ അതുവരെ ആരും ഉണ്ടാവില്ല. പ്രാസംഗികം മാത്രം ഒറ്റയ്ക്ക് ഇങ്ങനെ കാത്തിരിക്കും. MLA MP വന്ന എല്ലാ ചെയറും നടത്തി റെഡി വോട്ടെടുത്ത് പിന്നെ ഒക്കെ ഇറങ്ങിപ്പോയി അല്ലേ. കാരണം എന്റെ വോട്ട് എന്തായാലും ഒറ്റയ്ക്ക് പത്രത്തിൽ വരില്ല, മറ്റവന്റെ എത്തിയിരുന്നിട്ട് ഇങ്ങനെ ഇതൊക്കെ തനിച്ച് ചെയ്യാനാണ്. ഇത് മതരംഗത്തേക്ക് കടന്നു വരുന്നതിനെ സൂക്ഷിക്കണം. ഇത് ഈ ഫോട്ടോന്റെ തർക്കൊക്കെ യഥാർത്ഥത്തിൽ ചെന്നെത്തുന്ന അങ്ങോട്ടാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മൾ വളരെ പേടിക്കണം. റിയാഹ് വന്നാൽ അത് ശിർക്കുൻ അസ്ഗറാണ്, ചെറിയ ശിർക്കാണ്. നമ്മളെ നിയ്യത്ത് തന്നെ മാറിപ്പോകും. എന്തിനാ നമ്മളെ ദേവത്ത്? എനിക്ക് വേണ്ടിയാ ഞാൻ ദേവത്ത് നടത്തണേ? നിങ്ങൾക്ക് വേണ്ടിയാ? സംഘടനക്ക് വേണ്ടിയാ? അള്ളാഹ്ക്ക് വേണ്ടിയാ ദേവത്ത്.